എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ വിഭവമായിട്ടാണ് ബീറ്റ്റൂട്ട് തോരൻ വയ്ക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനം, ബീറ്റ്റൂട്ട് നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഇച്ചിരി തേങ്ങയൊക്കെ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിന് ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൻ്റെ അളവ് നിയന്ത്രിക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇതിന് പച്ച കറിവേപ്പില വേണം, നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില വേണം. പിന്നെ കൊച്ചുള്ളി, പച്ചമുളക്, ഗാർലിക് അഥവാ വെളുത്തുള്ളി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് അല്പം മഞ്ഞളും ഉപ്പും അതും കൂടെ ചേർത്താണ് അരപ്പരയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് ആദ്യം ഈ ബീറ്റ്റൂട്ട് ഒരു ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന പോലെ ഒരു പീസാക്കിയതിന് ശേഷമാണ് ഞാൻ അരിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിന്നെന്താ പറയുക, നമ്മുടെ വെജിറ്റബിൾ കട്ടറില്ലേ, ചോപ്പറില്ലേ, അതിനകത്ത് അരിയാം. പക്ഷേ എനിക്കിത് ഒരു സ്പെസിഫിക്കായിട്ട് ഇങ്ങനെ അരിയണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഈ ബീറ്റ്റൂട്ട് അരിയുന്നതിന് മുമ്പുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ കളറ് പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം ഉപ്പ് തിരുമ്മി നന്നായിട്ട് നഖത്തിനിടയ്ക്കുമെല്ലാം, അല്ലെങ്കിൽ ഈ നഖത്തിലെല്ലാം ഇതങ്ങ് കളറ് പിടിക്കും. അതുകൊണ്ട് അരിയുന്നതിന് മുമ്പ് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിങ്ങനെ കൊത്തി അരിയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മധുരം ഉള്ളത് കൊണ്ട് നമുക്ക് ആ മധുരം ഫീൽ ചെയ്യാതിരിക്കാനായിട്ടാണ്. ബീറ്റ്റൂട്ട് ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നീളം എന്താ പറയുക, ഇങ്ങനെ മെനക്കെടാനും വയ്യ എന്നുണ്ടെങ്കിൽ ഇച്ചിരി വലുതായിട്ട് കണ്ടിച്ചിട്ട് കഴിഞ്ഞാലും മധുരത്തോടുകൂടെ അങ്ങ് കഴിക്കാം എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് മാറ്റി വെച്ചു. ഇനി നല്ല ചൂട് കട്ടിയുള്ളൊരു പാനിനകത്തേക്ക്, പാൻ ചൂടാകുമ്പം എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത്, അത് ആദ്യമേ അങ്ങ് കടുക് വറക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ, ഒടുവിൽ ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു പാത്രം നമുക്ക് കുറച്ച് കഴുകിയാലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ഈ ബീറ്റ്റൂട്ടിനകത്തേക്ക് ഒന്ന് അരിഞ്ഞിടും, അതിനൊരു സ്മെല്ലൊക്കെ വരാൻ. ഇനി നമ്മൾ ആ അരപ്പെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് നമ്മൾക്കത് ഈ ഉള്ളിക്കകത്തേക്ക് ഇടാം. ഉള്ളി ഒരു ചെറിയൊരു കളറാകുമ്പോഴത്തേന്, ഒരു യെല്ലോയിഷ് ബ്രൗൺ ആകുമ്പോഴത്തേന്, അല്ലെങ്കിൽ ലൈറ്റ് ഗോൾഡൻ യെല്ലോ ആകുമ്പം ഇടാം. എന്നിട്ട് ആ അരപ്പിൻ്റെ പച്ചമണം മാറുന്ന ഉടനെയാണ് നമ്മൾ ബീറ്റ്റൂട്ട് ഇടുന്നത്. അത് അരച്ച ആ മിക്സി ഒന്ന് കഴുകി ഒരല്പം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം ബീറ്റ്റൂട്ടിനകത്ത് വെള്ളമുണ്ട്, അല്പം മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത്, കണ്ടോ ബീറ്റ്റൂട്ടിൻ്റെ കളറ് തോരൻ, ഇത് ഒരുപാട് അയണും പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. മുഖത്തെ കളറിനൊക്കെ നല്ല ബെസ്റ്റ് സംഭവമാണെന്നാണ് പറയുന്നത്. കാരണം രക്തം കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് ഒരു 10 മിനിറ്റോളം ഏകദേശം ഇരിക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം. പക്ഷെങ്കിൽ ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കി, അത് ഓൾമോസ്റ്റ് ഇതേ കണ്ടോ, ഒരല്പം വെള്ളമേ ഉള്ളൂ, അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വയ്ക്കണ്ട, ആ ചെറിയ തീക്കകത്ത് തന്നെ ഒന്നിട്ടിട്ട് ആ വെള്ളം ഒന്ന് പറ്റിപ്പോകാനായിട്ട് ഇനി നമ്മൾ അടച്ചു വെച്ച് വേവിക്കണ്ട. കാര്യം തോരൻ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ അത് വേർപെട്ടിങ്ങനെ പിരിവിരാന്ന് വേറെയായിട്ട് കിടക്കണം. ഒട്ടിപ്പിടിച്ച് ക്ലംസിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ തോരനൊരു രസമില്ല കണ്ടാൽ. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണുന്നില്ലേ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. ഉടൻ തന്നെ ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനകത്തെ ഓപ്ഷൻസിൽ 4 ഓപ്ഷൻസിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇനി ചോറിനകത്ത് നോക്കി മത്തങ്ങാക്കറി, ബീറ്റ്റൂട്ട്, പിന്നെ നമ്മുടെ ഉഗ്രൻ കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ വറുത്ത മീൻ. ഇത്രയും സംഭവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. മത്തങ്ങാക്കറി ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.